എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മലയാള സിനിമയുടെ അഭിമാന താരങ്ങളായ പലരും നമ്മളെ പലരും സ്വകാര്യ അഹങ്കാരങ്ങൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ രണ്ട് മഹാനടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും. അക്കാര്യത്തിൽ ആർക്കും തർക്കമേ ഉണ്ടാവില്ല. അവരുടെ പേരാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നതെങ്കിലും ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് അവരെക്കുറിച്ചല്ല, എന്നാൽ അത് അവരെക്കുറിച്ച് കൂടി തന്നെയാണ്. 19ാം നൂറ്റാണ്ടിൽ വിക്ടോറിയൻ നാടകവേദിയെ ഇളക്കി മറിച്ച രണ്ട് മഹാരഥന്മാരായിട്ടുള്ള നാടക നടന്മാരുണ്ടായിരുന്നു. സാന്ദർഭികവശാൽ ഞാനവരുടെ പേരുകൾ മറന്നുപോയി. ജി ശങ്കരപ്പിള്ളയുടെ നാടകദർശനം എന്നുള്ള കൃതിയിലാണ് ഞാൻ വായിച്ചെന്ന് ഓർമ്മിക്കുന്നു. ആ കൃതി ഇപ്പോൾ കൈവശമില്ല. ഞാൻ തെരഞ്ഞുപിടിച്ച് അവരുടെ പേരുകൾ അടക്കം മറ്റൊരു എപ്പിസോഡിൽ ഇടാം. എങ്കിലും ആ രണ്ട് നടന്മാരുടെ ജീവിതവും അവരുടെ അഭിനയ ശൈലിയും തിയേറ്ററിനോടുള്ള അവരുടെ സമീപനവും മമ്മൂട്ടി മോഹൻലാൽ എന്നുള്ള ഈ രണ്ട് നടന്മാർക്കും സിനിമയോട് ഉള്ള ഒരു സാമ്യമാണ്. സിനിമയിൽ അഭിനയ ശൈലിയിൽ സിനിമയെ സമീപിക്കുന്നവരുടെ രീതിയിലുള്ള സാമ്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ വിക്ടോറിയൻ കാലഘട്ടത്തിലെ അക്കാലഘട്ടത്തിലെ നാടകവേദിയെ ഇളക്കിമറിച്ച 19ാം നൂറ്റാണ്ടിൽ ഇളക്കിമറിച്ച ആ രണ്ട് നടന്മാരുടെ സവിശേഷത എന്താണെങ്കിൽ, അതിൽ ഒരാൾ നാടകം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തെ കാണുകയില്ല. ആ സമയത്ത് അദ്ദേഹം ഏതെങ്കിലും മദ്യശാലയിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്ത് സംഘത്തിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ചൂതാട്ട കേന്ദ്രത്തിലായിരിക്കും. ഇദ്ദേഹത്തെ കാണാതെ നാടക സംഘാടകർ പരക്കം പാഞ്ഞിട്ട് പലപ്പോഴും മദ്യപാനത്തിന് അടിമയായി തീർന്നിട്ടുള്ള അദ്ദേഹത്തെ താങ്ങി പിടിച്ചിട്ടാണ് അവർ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക. സ്റ്റേജിൽ കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഏതാണ് കഥാപാത്രമെന്ന് മാത്രം പറഞ്ഞാൽ മതി. പിന്നീട് ഏതാണ് അഭിനയിക്കാൻ പോകുന്ന നാടകം, ഏതാണ് കഥാപാത്രം എന്ന് പറഞ്ഞാൽ പിന്നീട് അഭിനയത്തിൻ്റെ ഒരു മഹാവിസ്ഫോടനം അവിടെ ആരെങ്കിലും സംഭവിക്കുകയാണ്. പ്രേക്ഷകർ ആ അഭിനയം കണ്ട് അത്ഭുതപ്പെടുകയും കൈയടിക്കുകയും ചെയ്തു. മദ്യപാനത്തിൻ്റെ കാര്യത്തിലൊഴിച്ചാൽ നമ്മുടെ മോഹൻലാലുമായിട്ട് ഈ നടന് വളരെ സാമ്യമുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അടുത്ത എപ്പിസോഡിൽ മമ്മൂട്ടിയെക്കുറിച്ച് പറയാം.